വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുടത്ത്. പല നക്ഷത്രക്കാർക്കും ഏഴരശനി വരുന്നൊരു സമയമാണ്. വളരെയധികം ഭയത്തോടു കൂടിയിരിക്കേണ്ടതായ കരുതലോട് കൂടിയിരിക്കേണ്ട സമയമാണ്. എന്നാൽ പലർക്കും ഏഴരശനി എന്ന ഒരു മഹാവിപത്ത് തന്നെ ഒഴിഞ്ഞു പോകുന്നൊരു സമയം കൂടിയാണ്. അത് വളരെ കൂടുതലായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, കുറവായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ഏഴരശനി. ആ ഏഴരശനി നമുക്ക് കിട്ടാതിരിക്കാൻ വല്ല വഴിയുണ്ടോ? ഏഴരശനി കിട്ടാതിരിക്കാൻ ഏതെങ്കിലും വഴിയുണ്ടോ? അപ്പൊ നമ്മളില് പല ആളുകളും പല തരത്തിലുള്ള ദുരിതങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും ക്ലേശങ്ങളും പറയുന്നത് സർവ്വസാധാരണമായിട്ട് കേൾക്കുന്നവരുണ്ട്. ആശുപത്രിയിൽ ചെല്ലുകയാണെങ്കിൽ ഒരു വിഭാഗം മുഴുവൻ ആശുപത്രിയിൽ ചികിത്സയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നവർ കാണാം. അത് പല ആശുപത്രി പോയാലും അവിടെയൊക്കെ രോഗികൾ തന്നെ ആയിരിക്കും. രോഗമില്ലാത്തവർ അധികം ഉണ്ടാകില്ല. അതേപോലെ തന്നെയാണ് ഒരു ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തൊഴാനായിട്ട് പോകുന്നതല്ല, അല്ലാതെ മറ്റുള്ളതായ ദുരിതങ്ങൾ തീർക്കാനും അതേപോലതായ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതേപോലെ തന്നെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നവര് കുടുംബപരമായിട്ട് വീട്ടിൽ കലഹങ്ങള്, വഴക്കുകൾ, ഭാര്യ ഭർത്താവ് വഴക്ക്, മക്കള് വഴക്ക്, ജോലിയുള്ള ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അസുഖങ്ങള്, തീർത്താലും തീരാത്ത അസുഖങ്ങള്, തല പൊന്തണില്ല, അല്ലെങ്കിൽ എണിക്കാൻ പറ്റുന്നില്ല, ശരീരത്തിലൊക്കെ വേദന, അല്ലെങ്കിൽ വീണു നിത്യം വീഴില്ല, അങ്ങനെ ഉള്ള ആളുകള്, പിന്നെ ഉറക്കമില്ല, നിത്യം വഴക്കുകള്, സംശയങ്ങള്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങള്, കേസ് വഴക്കുകള്, സ്ഥലം വിട്ടു പോകേണ്ട അവസ്ഥകൾ വരുന്നു, വിറ്റിട്ട് പണയം വെച്ചിട്ട് പോകേണ്ട അവസ്ഥ വരുന്നു, അത് എടുക്കാൻ പറ്റാത്ത തരത്തിൽ കേസ് കൂട്ടങ്ങൾ വരുന്നു. യാതൊന്നും നമ്മൾ അറിഞ്ഞില്ലാത്ത തന്നെ മറ്റുള്ളവർ ചെയ്ത തെറ്റിനെ വരെ നമ്മൾ ബലിയാടാകേണ്ട അവസ്ഥ വരുന്നു. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഏഴരശനി, കണ്ടകശനി പോലുള്ള സമയങ്ങൾ. ഇപ്പൊ മാർച്ച് 29 ശനി പകരുക. ഇപ്പൊ കുംഭൻ രാശിയിലാണ് ശനി നിൽക്കുന്നത്. ആ ശനി പകരുമ്പോ മീനൻ രാശിയിലേക്ക് വരിക. അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഏഴരശനി, 7.5 കൊല്ലമായിട്ട് അനുഭവിക്കുന്നതായ ശനി അത് വിട്ടുപോകുന്ന നക്ഷത്രക്കാരുണ്ട്. ഈ ഏഴരശനി എന്തുമാത്രം ദുരിതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അവർക്ക് ആ സമയങ്ങളിൽ വളരെയധികം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ട കാലഘട്ടമാണ്. അവരുടെ ജാതകവശാൽ അവർക്ക് നല്ല സമയമാകില്ല. അതേപോലെ തന്നെ ഈശ്വരാധീനില്ലായിരിക്കുക, അതേപോലെ ശക്തമായിരിക്കുന്ന ആഭിചാര പ്രവൃത്തികളൊക്കെ വരുമ്പോ ഈ ഏഴരശനിയില് പലതും വന്നു പോകേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. ഏഴരശനിയിൽ തന്നെ പറയേണ്ട ഒരു മനുഷ്യൻ മരിച്ചു ജീവിക്കുന്നതിന് തുല്യമായിട്ടുള്ള അവസ്ഥയാണ് ഏഴരശനി ആണ് കടന്നു പോകേണ്ടത്. ഒരു രാശിയിൽ ശനി വന്നു പെട്ട് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് 7.5 കൊല്ലം, 2.5 അങ്ങനെ 7.5 കൊല്ലം കഴിഞ്ഞിട്ടേ ശനി മാറുള്ളൂ. ആ സമയം കണ്ടകശനി എന്ന് പറയും. കണ്ടകശനി 2.5 വർഷം കൊണ്ട് പിടുത്തമിടും. ശനി ഒരു രാശിയിൽ വന്ന് പെട്ട് കഴിഞ്ഞാല് 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ആ രാശിയിൽ നിന്ന് പുറത്ത് കിടക്കുക, അല്ലെങ്കിൽ വിട്ടുപോകുക. അപ്പൊ കണ്ടകശനി കൊണ്ടേ പോകുള്ളൂ എന്ന് പറയും. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം അത് അനുഭവിക്കാനായിട്ട് ബാധ്യസ്ഥനാണ് ആ ശനി വന്ന് വിട്ട് കഴിഞ്ഞാൽ. അവന്റെ ജീവിത പന്തം മുഴുവൻ ആട്യമലയ്ക്കവൻ, അല്ലെങ്കിൽ അതൊരു എത്ര വലിയ കോടീശ്വരനായാലും അവന് ശരിക്കും അതൊരു ഭിക്ഷക്കാരന്റെ അവസ്ഥയിലേക്ക് എത്തും. ഉള്ളത് നുള്ളിപ്പിറക്കി വലിയ വലിയ സ്വരൂപങ്ങൾ വലിയതൊക്കെ ഉണ്ടാക്കാനായിട്ട് അവൻ ശ്രമിക്കും, തെറ്റല്ല. പക്ഷെ ഈ ഏഴരശനി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവന്റെ എല്ലാ വരവുകളും നിലയ്ക്കുന്നൊരവസ്ഥയാവും. കുടുംബ പശ്ചാത്തലത്തിലും കുറെ മാറ്റങ്ങൾ വരും. ഒന്നും അറിഞ്ഞുകൊണ്ടാവില്ല, പക്ഷേ യഥാ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചേ മാർഗുള്ളൂ. കഷ്ടകാലം ഓട്ടോറിക്ഷ വിളിച്ചു വരുന്നൊക്കെ പറയും തമാശയ്ക്ക്. അപ്പൊ നമ്മളത് എവിടെ നിന്നാലും ആ കഷ്ടകാലം സമയത്ത് നമ്മൾ അനുഭവിക്കാൻ വെച്ചിട്ടുള്ള എവിടെയാലും അനുഭവിക്കണം. എന്നാൽ ഇത് അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ? അതില്ല. മനുഷ്യനായി പിറന്നിട്ടുള്ള എല്ലാവർക്കും ഇത് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അത് നമുക്ക് കഥകളിലോ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ദേവന്മാര്, അസുരന്മാര്, ഇവരൊക്കെ ഏഴരശനി പോലുള്ള സമയങ്ങളിലൊക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ദേവന്മാര് എന്നെ ഏഴരശനി സമയത്തൊക്കെ അവർക്ക് അവരുടേതായ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ മരണം വരെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഏഴരശനിയൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് സുബ്രഹ്മണ്യ സ്വാമി, അതേപോലെ തന്നെ പരമശിവൻ അല്ലച്ചൻ ഇവരൊക്കെയാണ് എന്ന് പറയണത്.
ആ പരമശിവനെ ഏഴരശനി വന്ന സമയത്ത് വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിനോട് സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞു, ഒരു ഉദാഹരണം പറയണത്, ശിവൻ മകനെ വിളിച്ചു. ജ്യോത്സ്യത്തിന്റെ അധിപൻ സുബ്രഹ്മണ്യസ്വാമിയാണ്, അദ്ദേഹമാണ് അതിന്റെ അധികാരി ജ്യോത്സ്യത്തിന്റെ. അപ്പോ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അച്ഛനെ വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാവണു, എന്തെന്നറിയണില്ല, കഥയാണ്. അപ്പൊ നമുക്ക് ഈ കഥകളും ഈ പഠിപ്പുകളാണ് ഓരോരുത്തർക്കും നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് സംഭവിച്ചതായിരിക്കാം, അതാണ് നമ്മുടെ ഊഹങ്ങള്, തെറ്റില്ല. അപ്പൊ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അച്ഛനെ വളരെ അസ്വസ്ഥതകൾ ഉണ്ടാകണു, എന്തെന്നറിയില്ല, ഇത്ര വരില്ലാത്തൊരു വിമിഷ്ടങ്ങളും പരവേശങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പൊ മോൻ അച്ഛന്റെ നാളൊക്കെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ ഏഴരശനിയാണ് വരുന്നത്, അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറുക നല്ലത്. കാരണം എന്ന് പറഞ്ഞാല് 7.5 കൊല്ലം അനുഭവിക്കേണ്ടതാണ്, മാറുക എന്നപ്പോ പറയുന്നില്ല, 7.5 കൊല്ലം അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ നിങ്ങളൊക്കെ അച്ഛനല്ലേ, എനിക്ക് അത് അനുഭവിക്കേണ്ട യോഗമുണ്ടോ, നിങ്ങൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ലേ എന്നുള്ളത് അച്ഛൻ ചോദിക്കുകയാണ് മക്കളോടല്ലേ ചോദിക്കുക. വിഷമങ്ങൾ അങ്ങോട്ട് മക്കളും അച്ഛനും മക്കളൊക്കെ സംസാരിക്കില്ലോ. അപ്പൊ പറഞ്ഞു, ഇത് അച്ഛനാണ് എഴുതിയ അല്ലെങ്കിൽ ഉണ്ടാക്കി ചിട്ടപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദേവനായാലും മനുഷ്യനായാലും അസുരനായാലും എല്ലാവരും ഒരേപോലെ തന്നെ അനുഭവിക്കണം, അതിൽ മാറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ മോനെ, ഞാൻ ഈ 7.5 കൊല്ലം അനുഭവിക്കുകയാണെങ്കിൽ ഞങ്ങളാൽ നിയന്ത്രിതമായ കുറച്ച് കാര്യമുണ്ട്. ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരുടെ സൃഷ്ടി സ്ഥിതി സംഹാരം, ഈ ഇതിന്റെ അധിപന്മാരായ ഞങ്ങള് ഇതുപോലെ ഏഴരശനി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഒരിടത്തിൽ കിടന്നാൽ ഒളിച്ചിരുന്നാൽ അല്ലെങ്കിൽ പറ്റാണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യം മകനോട് ചോദിച്ചു. അതുകൊണ്ട് 7.5 കൊല്ലം എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റില്ല, വേറെ എന്തെങ്കിലും നോക്കുന്ന പറഞ്ഞു, മാർഗം നോക്കുന്ന പറഞ്ഞു. അപ്പോൾ വീണ്ടും മകൻ തന്നെ പറയണത്, ഇതൊന്നും മാറ്റം ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നൊരു കാര്യം ചെയ്ത് ഒന്ന് വെട്ടിക്കുറയ്ക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ അച്ഛനും മോനും പരിഭവങ്ങളും വിഷമങ്ങളും തർക്കങ്ങളും ഒക്കെ ഒടുവിലേ 7.5 വർഷം എന്നുള്ളത് 7.5 മാസമാക്കി. 7.5 മാസം അതിൽ ഞാൻ കുറച്ചിട്ടുണ്ട് അച്ഛ, അത് അനുഭവിക്കുന്നു പറഞ്ഞു. അച്ഛൻ അതിന് തയ്യാറല്ല. അച്ഛൻ പറഞ്ഞു, അത് നടക്കില്ല, 7.5 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 7.5 മാസം എന്നുള്ളത് 7.5 ആഴ്ചയായി, 7.5 ദിവസമായി, 7.5 മണിക്കൂറായി. അതൊക്കെ അച്ഛനും മോനും തർക്കങ്ങളാണ്. അതൊന്നും പറ്റില്ല. ലാസ്റ്റ് 7.5 നാഴികയാക്കി. ഇനി എന്നെ കൊണ്ട് പറ്റില്ല, കാരണം അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടെ മാറുക, ഞാനും മാറുകയെന്ന് പറഞ്ഞു. ഞാൻ മാറുകയെന്ന് പറഞ്ഞില്ല, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി അച്ഛൻ വിടില്ല. അങ്ങനെ സുബ്രഹ്മണ്യസ്വാമി പോയി. അപ്പൊ 7.5 വർഷം കൊണ്ട് അനുഭവിക്കേണ്ടത് 7.5 നാഴിക കൊണ്ട് അനുഭവിക്കാനാണ് പോകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കഥയായിരിക്കാം, കാര്യമായിരിക്കാം, ദേവന്മാരുടെ ആ കാലഘട്ടത്തിലൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചിരിക്കാം. നമ്മൾ ഇന്നത്തെ പോലെയല്ല, ശാസ്ത്രത്തിന്റെ പുരോഗതിയുള്ള ഇന്നത്തെ ഒന്നല്ല, ഏതോ കാലത്തുള്ളതൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇത് പറയുമ്പോഴേക്കും 7.5 വർഷം അനുഭവിക്കേണ്ടത്, 7.5 കൊല്ലം അനുഭവിക്കേണ്ടത് 7.5 നാഴി കൊണ്ട് അനുഭവിക്കുകയാണ്. അങ്ങനെ പ്രകൃതിയുടെ മാറ്റങ്ങൾ ഭയങ്കരമായി, പ്രകൃതിക്ക് തന്നെ മാറ്റങ്ങളായി. അത് ഭയങ്കരമായിട്ട് കാറ്റും അതേപോലെ തന്നെ മഴക്കാർ വരണു, ഇടി വെട്ടണു. കാരണം ഞാൻ പറഞ്ഞില്ലേ, 7.5 കൊല്ലം കൊണ്ട് അനുഭവിച്ച് തീരേണ്ടതായ അവസ്ഥകള് മനുഷ്യന്മാര് 7.5 കൊല്ലം അനുഭവിക്കേണ്ടത് 7.5 മണിക്കൂർ നാഴിക കൊണ്ടാണ് വരുന്നത്. അപ്പൊ എല്ലാ പ്രകൃതി ദുരന്തം കൂട്ടത്തോടെ വരുന്നത്. അങ്ങനെ ശക്തമായിട്ടുള്ള ഇടിവെട്ടും മഴയും കാറ്റും അങ്ങനെ വന്നപ്പോ അച്ഛനോട് പറയണ്ടായിരുന്നു, അച്ഛൻ എങ്ങനെയും മാറിക്കോ, കാരണം എന്ത് സംഭവിക്കുന്ന അറിയില്ല. അപ്പൊ ശിവൻ എന്ത് എന്ന് പറഞ്ഞാൽ ഒരു മുൻകരുതൽ എന്നുള്ളതില് മണ്ണൂപ്പിയായിട്ട് ഒരു തവളയായിട്ട് അദ്ദേഹം മാറി എന്ന് പറയണത്. അങ്ങനെ അവിടെ ഒരു വലിയൊരു പാലുണ്ട്, ആ പാലത്തിന്റെ അടിയിൽ അദ്ദേഹം സുരക്ഷിതമായിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ എന്ത് എന്ന് പറഞ്ഞാൽ മഴ വന്നു നോക്കുമ്പോൾ അത്യാവശ്യം വലിയ മണ്ണൂപ്പി തവളയായിട്ട് ഇരുന്നു അദ്ദേഹം. അത്യാവശ്യം വലിയൊരു തവളയാണ്. അദ്ദേഹം വേറെ ഒന്നും ചിന്തിച്ചില്ല. അങ്ങനെ ഈ മഴ വന്ന് നോക്കുമ്പോ പുതുമഴയാണല്ലോ, അവിടെ നിന്നുള്ള ചപ്പും ചവറും എല്ലാം മുഴുകി വരിക. അങ്ങനെ വന്നിട്ട് മീതെ വന്നിട്ട് എന്തിനു പറയണു, ഈ പാലത്തിന്റെ അവിടെ അങ്ങ് അടിഞ്ഞുകൂടി ഈ കരിയേലും അത് ഇതൊക്കെ വന്ന് അടിഞ്ഞുകൂടിയിട്ട് വെള്ളം റോട്ടിലേക്ക് കടന്ന് നോക്കുമ്പോൾ അത് അടുത്ത വീടുകളിലേക്കൊക്കെ വെള്ളമായി. അതേപോലെ തന്നെ അവിടുത്തെ പുഴകളും നദികളൊക്കെ വെള്ളം പോകുന്നില്ല, ഈ വഴിക്ക് ഒക്കെ റോട്ടിലേക്ക് കയറി. അങ്ങനെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറി നോക്കുമ്പോൾ കിണറ്റിലേക്ക് വരുന്നത് ആളുകൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തോ ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് തടഞ്ഞിരിക്കുന്നുണ്ട് എന്ന്
മനസ്സിലായതുകൊണ്ട് ആ ഗ്രാമവാസികളെല്ലാവരും കൂടിയിട്ട് വലിയ ഇളാങ്കളും തോട്ടിയും കുന്തൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കുത്താൻ തുടങ്ങി. രണ്ട് ഭാഗത്തു നിന്നാണ് കുത്തിയിട്ടെന്ന് പറഞ്ഞാൽ ഈ സമയമുണ്ട് അത്രയും ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. നിൽക്കാൻ പറ്റാത്ത മാതിരിയാണ് കുത്തി വരുന്നത്. അതേപോലെ തന്നെ മഴയും കാറ്റും ഇടിമിന്നലും ഇടിവിട്ടൊക്കെ ആയിട്ട് അങ്ങനെ 7:30 നാഴി കഴിയുമ്പോഴേക്കും ഈ കുത്തിൻ്റെ ശക്തിയിലോ 7:30 നാഴി കഴിഞ്ഞപ്പോഴോ ഈ വെള്ളമൊക്കെ ഒലിച്ചു പോയി, ഇലകളൊക്കെ മാറി വെള്ളം ഒലിച്ചു പോയപ്പോൾ എല്ലാവർക്കും സമാധാനമായി. പ്രയത്നം അതിന് ഫലം കണ്ടു എന്നുള്ളതിൽ അങ്ങനെ ശിവൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സമയം കഴിഞ്ഞപ്പോൾ ആൾ മാറി അവിടെ നിന്ന്. അങ്ങനെ വന്നിട്ട് മോനോട് പറയാ, മോനെ ഇതിലും ഭേദം ഞാൻ 7.5 കൊല്ലം അനുഭവിക്കാറുന്നു, അതിൽ കൂടുതൽ 7.5 നാഴി കൊണ്ട് ഞാൻ അനുഭവിച്ച് തീർത്തു. അപ്പം 7.5 നാഴി കൊണ്ട് അനുഭവിച്ച് തീർക്കുന്നത് 7.5 കൊല്ലം അനുഭവിക്കുമ്പോൾ എന്തായിരിക്കും? അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് 7.5 ശനി. അപ്പം അത് അസുരനായാലും ശരി, ദേവനായാലും ശരി, മനുഷ്യനായാലും ശരി അനുഭവിക്കേണ്ടതാണ്. അത് ഏതേത് തരത്തിലാന്നുള്ളത് അവൻ്റെ ജീവിതക്രമമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കുക. സാമ്പത്തികമില്ലായ്മയോ അതേപോലെ ദാമ്പത്യ പ്രശ്നങ്ങളോ ഭാര്യ ഭർത്തൃ വിയോഗങ്ങളോ ജോലിയുടെ പ്രശ്നങ്ങളോ കേസ് വഴക്കിലോ അല്ലെങ്കിൽ മരണത്തിൻ്റെ ആ വക്കിലെത്തുകയോ അതിനോടൊപ്പം തന്നെ പ്രേതദോഷങ്ങളോ മറ്റെല്ലാ ദുരിതങ്ങളും അവൻ അനുഭവിച്ച് തീർക്കണവൻ. അപ്പോൾ ഈ 7.5 ശനി ഭാര്യയ്ക്കും ഭർത്താവിനും 7.5 ശനിയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല. അങ്ങനെ കുറേ ആളുകൾക്ക് കണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് നിൽക്കുകയോ ആ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരിക. കണ്ടകശനി ആയാലും രണ്ടുപേർക്കും കണ്ടകശനി വരാം. അങ്ങനെ വരുമ്പോൾ ഇതേ അവസ്ഥ ഉണ്ടാകുക. 7-ാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ, 7-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് വെച്ചെങ്കിൽ 4-ലോ 7-ലോ 10-ലോ ശനി വന്നാൽ കണ്ടകശനി എന്ന് പറയാം. 4-ലോ 7-ലോ 10-ലോ കണ്ടകശനി. അപ്പം 4-ല് ജനിച്ച ആ രാശിയുടെ 4-ല് വരാം, 7-ല് വരാം, 10-ല് വരാം. അപ്പം ഇതിൽ 4-ലോ 7-ലോ 10-ല് വന്നാലും കണ്ടകശനിയാണ്. അപ്പം 4-ാം ഭാവത്ത് ശനി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീട്ടിലായിരിക്കും കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും. വീട്ടിൽ വഴക്ക്, തകരാറുകൾ, അതേപോലെ തന്നെ ജീവിക്കാൻ പാകില്ലായ്മ, വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥകൾ വരിക, ഒരു നാഴി ഭക്ഷണം കഴിക്കുമ്പോഴും കണ്ണീര് വീഴ്ത്തേണ്ട അവസ്ഥകൾ. 7-ാം ഭാവമാണെങ്കിലോ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് യുദ്ധങ്ങൾ, വഴക്കുകൾ, അല്ലെങ്കിൽ സംശയങ്ങൾ, പിരിഞ്ഞു നിൽക്കേണ്ടി വരിക, ഭാര്യനായിട്ട് വഴക്കുണ്ടായിട്ട് വീട് മാറി നിൽക്കുക, ഭാര്യ ഇറങ്ങി പോവുക, ഭർത്താവ് പിരിഞ്ഞു പോവുക, ഡിവോഴ്സ് ചെയ്യുക, അങ്ങനെയൊക്കെ പല പ്രതിസന്ധികളും വരേണ്ടതാണ് 7-ാം ഭാവത്തിൽ ശനി വരുമ്പോൾ. ഭാര്യ ഭർത്തൃ സ്ഥാനം 10-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോഴോ അത് ജോലിക്കാണ് ബാധിക്കുക. അവരുടെ കർമ്മത്തിന്, കർമ്മമേഖലയ്ക്ക് 7.5 ശനി, കണ്ടകശനി വന്നു കഴിഞ്ഞാൽ 10-ല് ശനി വന്നാൽ അപ്പോൾ ജോലിയുള്ള ജോലിക്ക് പോകാൻ പറ്റാണ്ടിരിക്കുക, സ്ഥാപനങ്ങളൊക്കെ അടച്ചു പൂട്ടേണ്ടി വരിക. അതേപോലെ തന്നെ ഒരു 4 പണിക്കാരെങ്കിലും വെച്ച് പണി ചെയ്യുന്നുണ്ടെങ്കിൽ പണിക്കാരൊക്കെ പിണങ്ങി പോവുക. പണിക്കാർ നിന്ന് കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കാൻ പറ്റാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരൊക്കെ ആയിട്ട് യാതൊരു കാരണം അല്ലെങ്കിൽ വഴക്കും വയ്യാവലിയും വരിക, ഇറങ്ങിപ്പോവുക, കുട്ടികളെ അടിക്കുക, കുട്ടികളെന്ന് പറഞ്ഞ ജോലിക്കാരെ അടിക്കുക, കേസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർ പോയിട്ട് ഇവൻ ഇത്ര വലിയ ആളായോ ഇനി അവൻ അവിടെ വരാൻ പാടില്ല എന്നുള്ളതിൽ ഇവർക്കെതിരെ മന്ത്രവാദം ചെയ്യുക. അല്ലെങ്കിൽ ഈ കടക്കാർ അപ്പുറത്തെ കടക്കാരായിട്ട് മത്സരങ്ങൾ, ആ മത്സരത്തിൽ ഇവനെ അടിപറ്റിക്കുക, തറ പറ്റിക്കാനുള്ള പ്രവർത്തികൾ എന്താണ് ചെയ്യുക, പ്രവർത്തികൾ ചെയ്തു കൊണ്ടുവയ്ക്കുക. അപ്പോൾ അതൊക്കെ കർമ്മത്തിന് ബാധിക്കുന്ന അവസ്ഥകളാണ്. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ ഈ വണ്ടി വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് കൂടുതൽ ആപത്തുകൾ വരിക, വിറ്റ് പോകേണ്ടി വരിക. അതേപോലെ തന്നെ നാൽക്കാലികളുണ്ടെങ്കിൽ നാശങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതാണ്. ഈ 4-ലോ 7-ലോ 10-ലോ കണ്ടകശനി വരുമ്പോൾ, 7.5 ശനി വരുമ്പോൾ അദ്ദേഹം ജനിച്ചിട്ടുള്ള ഇപ്പോൾ അവിട്ടം, ചതയം, പൂരൂരുട്ടാതി, മുക്കാലും, കുംഭക്കൂറ്, ആ കുംഭൻ രാശിയിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. അപ്പോൾ മീനൻ രാശിക്കാരനെ സംബന്ധിച്ച് ഈ രാശിയിൽ വന്നപ്പോൾ, കുംഭൻ രാശിയിൽ വന്നപ്പോൾ തുടങ്ങി ആർക്ക്, മീനൻ രാശിയിലുള്ള ആ നക്ഷത്രകാരന് 7.5 ശനി. പൂരൂരുട്ടാതികാലും ഉത്രട്ടാതി, രേവതി, മീനക്കൂറ്, മീനൻ രാശി. കുംഭക്കൂറ് നിന്ന് കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് വരുമ്പോഴും മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശി വിട്ടുപോകുന്നത് വരെ ഈ ആർക്കാണ്, മീനൻ രാശിക്കാർക്ക് 7.5 ശനിയാണ്. അപ്പോൾ അവൻ പാടഞ്ചും പെടണവൻ, അവൻ ഇതൊക്കെ അനുഭവിക്കണം. അപ്പം ഞാൻ പറഞ്ഞു 7.5 ശനി, കണ്ടകശനിയൊക്കെ വരുമ്പോൾ 2.5 കൊല്ലം, 4-ല് ശനിക്കാം, 7-ല് ശനിക്കാം, 10-ല് ശനിക്കാം, അത് 2.5 വർഷം കഴിഞ്ഞ് പിടുത്തം വിട്ടു പോകും. ഇത് തുടർച്ചയായിട്ട് 7.5 കൊല്ലാണ് വരുന്നത്. അപ്പം അദ്ദേഹത്തിന് ജാതകവശാൽ നല്ല സമയമാണ്, വ്യാഴദശയാണ്,
അല്ലെങ്കിൽ ബുധദശയാണ്, ചന്ദ്രദശയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ശുക്രദശയാണ്. അപ്പോൾ ഈ ശുക്രദശയുടെ ഗുണങ്ങൾ ഇയാൾക്ക് അനുഭവിക്കാൻ പറ്റില്ല ഏഴരശനി കാരണം. ഏഴരശനിയുടെ കൂടുതൽ ദുരിതങ്ങൾ നല്ല സമയം വെച്ചാൽ അനുഭവിക്കേണ്ടി വരില്ല. എങ്കിലും ഒന്നുമില്ലാത്തവനെ ഇപ്പോൾ നല്ല ജാതകത്തിന് നല്ല സമയമാണ്, ഏഴരശനിയിലോ കണ്ടകശനിയിലോ ഒന്നുമില്ലാന്ന് വിചാരിക്കുക. എന്നാൽ ശുക്രദശയാണെന്ന് വിചാരിക്കുക, കടുത്ത ആഭിചാരം വരികയാണെങ്കിൽ അവനൊക്കെ അതിൻ്റെ ഒരു പാത്രമായിട്ട് തീരും. ഏത് ആഭിചാരത്തിൻ്റെ ആഭിചാരം വന്നു പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാമ്പത്തികം, ദാമ്പത്തികം, കുടുംബപരമായിട്ടും മറ്റും കർമ്മസംബന്ധമായിട്ടും എല്ലാം പൊട്ടി നൂലാവും. നൂല് പൊട്ടിയ പട്ടം മാതിരിയാവും. അവൻ വാനിൽ ഇങ്ങനെ പറന്നു നടക്കും, അങ്ങനെ പിടുത്തം കിട്ടാത്ത പോലെ. അവൻ്റെ എല്ലാ കൺട്രോളും തീരും, വിട്ടുപോകണം. അപ്പൊ ഈ പറഞ്ഞു വന്നത് അവർക്ക് ഏഴരശനി ബാധിക്കാതിരിക്കാനുള്ള വല്ല മാർഗമുണ്ടോ? ഒരു മാർഗമില്ല അനുഭവിക്കാൻ. പിന്നെ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വന്നാലും ശരിയാവില്ലല്ലോ. പിന്നുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാല് അവരവരുടെ ജാതി ആചരണമനുസരിച്ച് ഉള്ള പ്രാർത്ഥനകള്. ജാതി പറയാൻ കാരണം ഒരു ഹിന്ദു ആണെങ്കിൽ ആ ഹിന്ദുക്കൾക്കാണെങ്കിൽ അവരെ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്ന മന്ത്രസ്ഥാനങ്ങളുണ്ട്. ആ മന്ത്രസ്ഥാനങ്ങളിലെ അവർ ആചരിക്കുന്നതായ കുടുംബക്ഷേത്രം ഉണ്ടാവും. ആ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവരതിനെ കൃത്യമായിട്ട് ആചരിക്കുക, നിത്യം വിളക്ക് വയ്ക്കുക, നിത്യം കർമ്മങ്ങൾ ചെയ്യുക, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. അത് അദ്ദേഹം മാത്രമല്ല, വീട്ടുകാരും കൂടിയിട്ട്. ഏഴരശനി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അറിയുന്നവര് അത് മനസ്സിലാക്കി കൊടുക്കാൻ മറ്റുള്ളവർക്ക്. നമ്മുടെ സമയം വളരെ മോശമാണ്. നമുക്ക് ഏഴരശനിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അത് എന്തുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, അഡ്ജസ്റ്റ് ചെയ്യാം. ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് തന്നെ അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. ഭർത്താവ് പറഞ്ഞാൽ തിരിച്ചും ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാനും കണക്കിലെടുക്കാനും അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതായ ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ പ്രശ്നമില്ല. ഭാര്യ ഒന്ന് പറഞ്ഞു, ഭർത്താവ് അതിനെ തറുതല പറഞ്ഞാൽ, ഭർത്താവ് ഒന്ന് പറഞ്ഞു, ഭാര്യ 100 പറഞ്ഞാൽ അവിടെ അടി പൊട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനത്തെ സമയങ്ങളിൽ അത് സ്വതവേ ഓരോരോ പ്രശ്നങ്ങൾ കയറി വരാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കുക. കൂടുതൽ അതാണ് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നീങ്ങുക. പിന്നെ ധർമ്മദൈവാദികളിൽ ഉള്ള വിശ്വാസം. കാരണം ഒരു വ്യക്തിക്കും ഏഴരശനിയോ കണ്ടകശനിയോ വരുമ്പോൾ അവരുടെ ധർമ്മദൈവങ്ങൾക്ക് കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ അവിടുന്ന് ശക്തി ഉണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഒരു മുസ്ലിം സഹോദരനോ ക്രിസ്ത്യൻ സഹോദരനാണെങ്കിൽ അവരുടെ പള്ളി പോക്ക് അതേപോലുള്ള കർമ്മങ്ങൾ അവിടെ മുട്ടിയിട്ടുണ്ടായിരിക്കും. അത് വിടാത്ത ഒരാളാണെങ്കിൽ ഏറെക്കുറെ നല്ലൊരു സൗഭാഗ്യത്തിൽ വലിയ ദുരിതമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഹിന്ദു സഹോദരങ്ങളാണ് വെച്ചെങ്കിൽ അവരുടെ കുടുംബ ധർമ്മ ദൈവങ്ങൾക്ക് കൃത്യമായിട്ട് ആചരിക്കുക. വിളക്ക് വയ്ക്കാത്തുണ്ടാവും, അടിച്ച് തുടയ്ക്കാത്തുണ്ടാവും, നിവേദ്യങ്ങൾ വയ്ക്കാത്തതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റി പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവരുടെ നിത്യം ആചരിക്കാനായിട്ട് നോക്കുക. കാലത്ത് പോകുമ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ വന്ന് അവിടെ വിളക്ക് വെച്ച് പോയിട്ട് പ്രാർത്ഥിച്ച് ഏതൊക്കെ ദൈവങ്ങളുണ്ടെങ്കിലും മന്ത്രം എന്നറിയണമെന്നില്ല, ആരൊക്കെയുണ്ടെന്ന് അറിഞ്ഞാൽ മതി. അതേപോലെ തന്നെ വൈകിട്ട് വന്നാലും കുളിച്ച് വിളക്ക് വെച്ചൊരു 5 മിനിറ്റ് നേരം പ്രാർത്ഥിക്കുക. അത് ഭാര്യയും മക്കളും എല്ലാവരും കൂടി ചേർന്നിട്ടാകുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ടാകും. കാരണം മനസ്സിലൊന്നും ഉണ്ടാവില്ല, അവർക്ക് ഗൗരവം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവരും വന്ന് തൊഴണു, വിളക്ക് വയ്ക്കണു, അടിക്കണു, കോരണു, ആ ദൈവത്തിൻ്റെ മാതിരി പൂ വയ്ക്കണു. അവരുടെ മനസ്സൊക്കെ ഫ്രീ ആയിരിക്കും, തുറന്നിരിക്കും. ഇത് അവിടെ ചെല്ലുമ്പോൾ ഭാര്യയുടെ മനസ്സിൽ വലിയൊരു കട്ടിയാവും. അല്ലെങ്കിൽ ഭർത്താവ് ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ മുന്നിൽ ഭയങ്കര ഇതായിരിക്കും. കാരണം തുറന്ന് പറയാൻ പറ്റാത്ത കാരണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏഴരശനി ഉണ്ടെങ്കിലും അതിന് കുറെ ദുരിതത്തിന് കുറവ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. കൂടുതൽ ദുരിതം എന്നുള്ളത് കുറവ് അനുഭവിക്കേണ്ടി വരുള്ള. കാരണം ഇവിടെയൊക്കെ അനുഗ്രഹങ്ങളെ കൊണ്ട് അത് അവിടെ ധർമ്മദൈവങ്ങൾ കൃത്യമായിരിക്കണം. നമുക്ക് ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടുണ്ടെങ്കിൽ കുറച്ച് അന്നൊരു വെളിച്ചുണ്ടാകും. കാരണം ലൈറ്റ് ഉണ്ടെങ്കിൽ വെളിച്ചുണ്ടാകും, ലൈറ്റ് ഇല്ലെങ്കിലോ അപ്പോൾ വെളിച്ചം കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പകലാണെങ്കിൽ നമുക്കൊന്നും കുഴപ്പമില്ല, രാത്രിയാകുമ്പോൾ നമ്മുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് വിചാരിക്കും ഉദാഹരണം. അപ്പോൾ നമുക്ക് ലൈറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെളിച്ചം ഉണ്ടാവാനുള്ള സംഗതികളൊക്കെ വേണം. അപ്പോൾ അതുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ പ്രശ്നം ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ അവരുടെ ധർമ്മദൈവങ്ങളെ അനുഗ്രഹം എന്ന് വെച്ചെങ്കിൽ നമുക്ക് കൂടുതൽ പ്രശ്നം വരില്ല. അതേപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ സഹോദരനാണെങ്കിൽ അവർക്ക് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിലൊക്കെ കുംഭസാരമുണ്ട്. കുംഭസാരം, ആ കുംഭസാരം ഉണ്ടാവും, കൃത്യമായിട്ട് കൊണ്ടുവരിക. ധ്യാനത്തിനൊന്നും പോകണമെന്ന് പറയില്ല. അവർ കൃത്യമായിട്ട് അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് അതിനുള്ളതായ ഒപ്പീസില്ല. അതേപോലെ തന്നെ പ്രാർത്ഥനകൾ, കുംഭസാരം. ചിലവരൊക്കെ കുംഭസാരത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചീത്ത പറയും.
കാരണം ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് കുമ്പസരിച്ചിട്ട് ഞങ്ങളിപ്പോൾ കുമ്പസരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ചെവി പൊട്ടി പോകുമെന്ന് പറഞ്ഞു. അത്രയധികം സംഗതികളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടോ പറയാൻ പറ്റാത്ത. എന്നാൽ ചെയ്ത് കുമ്പസരിക്കുമ്പോൾ എല്ലാം തുറന്ന് പറയണം അച്ഛനോട്. ദൈവമാണ് അദ്ദേഹം, അതിൻ്റെ പ്രതിപുരുഷനാ. അദ്ദേഹത്തിനോട് അതുവരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതുവരെ തെറ്റുകൾ ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന പാപങ്ങളൊക്കെ മാറിയെന്നുള്ളതാണ് വിശ്വാസം. അപ്പൊ കുറെയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് നമ്മൾ ചെല്ലണ്ടേ എന്നുള്ളതിൽ തന്നെ തെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഒന്ന് മടി കാണും, തെറ്റിലേക്ക് അധികം പോകില്ല. അപ്പൊ പ്രാർത്ഥിക്കുക. സെമിത്തേരിയിലൊക്കെ പോയിട്ട് മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് മെഴുകുതിരി കത്തിക്ക് ഒഫീഷ്യല്ല. അതേപോലത്തുള്ളതായ നോമ്പുകൾ, അവർക്കുണ്ട് നോമ്പുകൾ. മുസ്ലിം സഹോദരനാണ് വെച്ചെങ്കിൽ ഇപ്പൊ നോമ്പുകാലാണ്. അപ്പൊ ഈ നോമ്പെടുക്കുന്ന ഒരു മാസമാണ്. ആ വ്രതം, ആ നോമ്പെടുക്കുക, വ്രതശുദ്ധിയോടുകൂടി അവരുടെ ആചാരം അനുസരിച്ച് അത് ചെയ്യുക. അതേപോലെ തന്നെ 5 നേരം നമസ്കരിക്കുക, ദിക്ർ ചെല്ലുക, ഞായറാഴ്ചകളിൽ ജുമായ്ക്ക് പങ്കെടുക്കുക. അതൊക്കെ അവർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി പോവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴരശനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ആ ദുരിതത്തിനൊക്കെ കുറെ അറുതി വരാനായിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അല്ലാണ്ട് കുറെ പൈസ കൊണ്ടിട്ടു, കുറെ മടങ്ങളിലേക്ക് കൊണ്ടുപോയി പൈസ കൊണ്ടിട്ടു, കുറെ വാക്കുകൾ കൽപ്പന കെട്ടുന്നൊന്നും ആയിക്കോണം, കുറ്റം പറയില്ല. അതൊക്കെ നല്ലതാണ്. മനസ്സിനെ നല്ലൊരു നന്മകളോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് വൈരാഗ്യങ്ങളൊക്കെ മാറി ഭക്തിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മാർഗമാണ് ഈ ദൈവങ്ങളെ കാണുക, ക്ഷേത്രങ്ങളിൽ ചെല്ലുക, പ്രാർത്ഥിക്കുക, അർച്ചനകളൊക്കെ ചെയ്യുക. അതിലൊന്നും തെറ്റില്ല. പക്ഷെ അത് മാത്രമാവുക നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു ഹിന്ദു ആണ് വെച്ചെങ്കിൽ അവൻ്റെതായ ധർമ്മദൈവങ്ങളെ ആചരിക്കാതെ മറ്റു മതങ്ങളിലെ വിശ്വാസങ്ങളിലേക്ക് മാത്രം പോയി ഇപ്പോൾ ധ്യാനം നടക്കേണ്ട അവിടെ പോവുക, പ്രാർത്ഥിക്കുക, കയ്യോട്ട് പാട്ട് പാടുക, അതങ്ങനൊക്കെ ആയി ഇവിടെ വന്നിട്ട് ധർമ്മദൈവങ്ങളെ ആചരിക്കാതിരിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ അനുഗ്രഹം ഉണ്ടാവില്ല, ഇവിടുത്തെ ശാപവും അവിടെ നിന്നിട്ട് അനുഗ്രഹം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്ക് പറഞ്ഞിരിക്കുന്നതായ ആചാരമനുസരിച്ച്, മതമനുസരിച്ച്, ആചാരമനുസരിച്ച് അവർ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക, വിളക്ക് വയ്ക്കുക, ആചരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഏഴരശനിയോ കണ്ടകശനിയോ ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ, രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മറ്റുള്ളവർ തമാശയിൽ പോലും ഒരു വാക്ക് പറയാണ്ടിരിക്കുക. തമാശയ്ക്ക് പോലും സുഹൃത്തുക്കളോടായാലും ശരി, ഭാര്യ ഭർത്താക്കന്മാരായാലും പറയുമ്പോൾ ആലോചിക്കുക. വായിന്ന് വാക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അടിപൊട്ടും. അടിപൊട്ടി കഴിഞ്ഞാൽ അന്ന് മാലേമ നൂലുമ മാലമണി പുറത്ത് വരിക, കോർത്ത് ഇങ്ങനെ പോകും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കുക. കൃത്യമായിട്ട് ഈശ്വരനോടുള്ള പ്രാർത്ഥന ഉണ്ടാകുക. ധർമ്മദൈവാദികളെ വിളക്ക് വെച്ച് ആരാധിക്കുക. അത് എല്ലാ മതക്കാരും അവർക്ക് പറഞ്ഞിരിക്കുന്നതായ ആചാരങ്ങൾ അനുഷ്ഠിക്കുക. അങ്ങനെ വരുമ്പോൾ അതേപോലെ തന്നെ വഴിപാടുകളൊക്കെ ഉണ്ട് വെച്ചാൽ തീർക്കുക. ഇപ്പോൾ അവരുടെ സ്ഥാപന ക്ഷേത്രങ്ങളൊക്കെ പോകണമെന്ന് കരുതി അതിൽ തെറ്റില്ല, അവിടെ പോവുക, അവർ വിചാരിച്ച പോലെ തന്നെ തൊഴുക, വഴിപാടൊക്കെ ചെയ്ത് പോവുക. അങ്ങനെ വന്നാലും ധർമ്മദൈവത്തിന് കൃത്യമായിട്ട് ആചരിക്കുക. നോമ്പ്, അതേപോലെ തന്നെ ദിക്ർ, അതേപോലെ തന്നെയാണ് ജുമായ്ക്കൊക്കെ പങ്കെടുക്കുന്നവർ ചെയ്യാം. ക്രിസ്ത്യൻ സഹോദരങ്ങൾ പള്ളിയിൽ പോവുക, കൃത്യമായിട്ട് ആചരിക്കുക, നിസ്കാരങ്ങൾ അത് മുടക്കാതിരിക്കുക, അവരുടെ നമസ്കാരങ്ങൾ മുടക്കാതിരിക്കുക, കുമ്പസാരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത് ചെയ്യാത്തവർക്ക് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരുപാട് ആളുകൾക്ക് ഏഴരശനി കണ്ടകശനി വിട്ടുപോവുകയാണ് മാർച്ച് 29-ന്. ഈ മാർച്ച് 29-ന് ഒരുപാട് ആളുകൾക്ക് ഏഴരശനിയും കണ്ടകശനിയും വരുന്നവരാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ തയ്യാറെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. എങ്കിലും കരുതലുണ്ടായിരിക്കുക. കാരണം നമ്മൾ ഈ വൈക്കോല് ചവിട്ടിക്കുട്ടി മാതിരിയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പം ഇങ്ങനെയൊക്കെ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം, അവർ പൂജിക്കുന്നതായ ആചരിക്കുന്നതായ എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.